കോൺഫിഡൻസ് നിങ്ങൾ എപ്പോഴും കേട്ടിട്ടുള്ള ഒരു കാര്യമായിരിക്കും കോൺഫിഡൻസ് അല്ലേ. എങ്ങനെ പല ആളുകളും പറയും നമ്മൾ എപ്പോഴും കോൺഫിഡൻസോടെ ഇരിക്കണം, പക്ഷെ എങ്ങനെ നമുക്ക് കോൺഫിഡൻറ്റോടെ ആയി മാറാം, ഒരു കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരാളായിട്ട് എങ്ങനെ മാറ്റി എടുക്കാം എന്ന് പല ആളുകൾക്കും അറിയില്ല. ഇവര് പലപ്പോഴും ചെയ്യുന്നത് കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആളുകളെ കണ്ട് അനുകരിക്കുകയാണ് സത്യത്തിൽ ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ ചെയ്തുകൊണ്ട് നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരാളായി മാറണമെന്നില്ല. ഇതിന് ചെറിയൊരു ട്രിക്ക് ഉണ്ട്, അത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവുന്നതാണ്. നമ്മുടെ കോൺഫിഡൻസ് എപ്പോഴും നമ്മുടെ ഭാഗത്ത് നിന്ന് മാത്രം ആലോചിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒന്നാണ് ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറയാം. നിങ്ങളൊരു ഒരു ഒരു വേദിയിൽ നിന്ന് സംസാരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വേദിയിൽ നിന്ന് സംസാരിക്കാൻ ഒരു അവസരം കിട്ടി. പക്ഷെ നിങ്ങളുടെ ചിന്തകൾ മൊത്തം മറ്റുള്ളവരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ എൻ്റെ സംസാരം മോശമാവുമോ എന്നുള്ളതാണ്. ആ രീതിക്കാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? നിങ്ങൾ കോൺഫിഡൻ്റ് ഇല്ലാണ്ട് നിങ്ങൾ ആ ഒരു അവസരം നിങ്ങൾ കുളമാക്കും, ഇല്ലേ? ഇതാണ്, അതായത് നമ്മൾ മറ്റുള്ളവരെന്ത് ചിന്തിക്കും അല്ലെങ്കിൽ മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്ന് കരുതുന്ന ആ സമയത്ത് നമ്മുടെ കോൺഫിഡൻസ് ഇല്ലാണ്ടാവും. അപ്പോൾ കോൺഫിഡൻസ് ഉള്ള ഒരു വ്യക്തിയാവാൻ ആദ്യം വേണ്ടത് മറ്റുള്ളവരെന്ത് വിചാരിക്കും, അവരെന്ത് കരുതും എന്നുള്ള ആ ചിന്ത നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മളെ കൊണ്ട് പറ്റും. ചിലപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. അപ്പോൾ ആ കാര്യം വളരെ ഭംഗിയായിട്ടൊന്നും ആദ്യമായിട്ട് ചെയ്യാൻ ആർക്കും സാധിക്കില്ല. അത് ആപത്ത് ചെയ്യുമ്പോൾ അതിൽ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ കുറച്ചുകൂടി ഭംഗിയും പെർഫെക്ഷനൊക്കെ വരുള്ളൂ. അത് ഏത് കാര്യമായാലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ മനസ്സുകൊണ്ട് വിശ്വസിക്കുക, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും ഒരു കാര്യത്തിൽ നമ്മൾ നമ്മുടെ അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ഒരു കാരണവശാലും ചിന്തിക്കരുത്. അവരെന്ത് വിചാരിക്കും എന്നൊന്നും വിചാരിച്ച് നമ്മൾ ചിന്തിക്കരുത്. ഒരുപാട് അവസരങ്ങളായിരിക്കും ഒരു പക്ഷെ അതിലൂടെ നഷ്ടപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ തിരിച്ചറിയാൻ ചിലപ്പോൾ വൈകുമായിരിക്കും. അപ്പോൾ നമുക്കങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഒന്നും നമ്മുടെ ലൈഫിൽ ഉണ്ടാകാൻ പോകുന്നില്ല. നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മുടെ മാത്രം മനസ്സിൽ അതിനെക്കുറിച്ച് ചിന്തകൾ മാത്രം മതി. എനിക്കൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അത് ഭംഗിയായിട്ട് ചെയ്യും എന്നുള്ള ആ ഒരു ചിന്തകൾ മാത്രം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. മറ്റുള്ളവർ എന്തും വിചാരിച്ചോട്ടെ, അതൊന്നും നമ്മൾ ആലോചിക്കേണ്ട ആവശ്യമേ ഇല്ല. നമ്മളൊരു കോൺഫിഡൻ്റ് ഇല്ലാണ്ട് ആക്കാനുള്ളൊരു പ്രധാന ഒരു കാരണം എന്ന് പറയുന്നത് മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ള ആ ഒരു ചിന്ത തന്നെയാണ്. ആ ചിന്ത മാറ്റിയെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളും ഒരു കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരാളായിട്ട് മാറും. ഇതിന് വേറൊരാളെ കോൺഫിഡൻ്റ് ആയിട്ട് നമ്മൾ തോന്നിപ്പിക്കുന്ന ആളുകളെ അനുകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല.